ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ കുക്കിങ് ഒരു ടാക്കോ ഉണ്ടാക്കുന്നതാണ്. അപ്പം ഞാൻ ഇന്ന് മീറ്റ് ടാക്കോയാണ് ഉണ്ടാക്കുന്നത്. നമുക്കത് മട്ടണോ ചിക്കനോ അല്ല ബീഫോ വെച്ചുണ്ടാക്കാം. ഞാൻ ഇന്ന് ബീഫാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ നമുക്കിതിന് വേണ്ടത് ടോർട്ടില്ല വേണം. ടോർട്ടില്ല എന്ന് പറയുന്നത് നമ്മുടെ ചപ്പാത്തി പോലെ തന്നെ, പക്ഷേ അത് കോൺഫ്ലോറും കൊണ്ട് ഉണ്ടാക്കുന്നതേ ഉള്ളൂ. മെയ്സിൻ്റെ പൗഡറും കൊണ്ട് ഉണ്ടാക്കുന്നതാണ്. നമുക്ക് ചപ്പാത്തിക്കകത്ത് വേണമെങ്കിലും ഉണ്ടാക്കാം. ഇവിടെ അത് ടോർട്ടില്ല അവൈലബിൾ ആയതുകൊണ്ട് ഞാൻ റെഡിമെയ്ഡ് മേടിച്ചതാണ്. പിന്നെ ബാക്കിയുള്ള സാധനങ്ങളും നമ്മുടേതായ വെർഷനിലാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അതായത് നമ്മുടെ ഒരു ഇന്ത്യൻ ടേസ്റ്റിലാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ആക്ച്വലി ടാക്കോസ് ഒരു മെക്സിക്കൻ ഫുഡാണ്. അപ്പം ഞാൻ അതിനെ നമ്മുടെ ഈ ഗ്രീൻ ചട്നിയൊക്കെ ഇട്ട് പിന്നെ നമ്മുടെ ഗരം മസാലയൊക്കെ ഇട്ട് നമ്മുടെ ഒരു ടേസ്റ്റിൽ രീതിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നല്ല ടേസ്റ്റാണ് ഉണ്ടാക്കിക്കഴിഞ്ഞാൽ. നല്ല ചീസൊക്കെ ഇട്ട് നല്ല അടിപൊളി, പിള്ളേർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അപ്പം നിങ്ങൾ വീഡിയോ കണ്ടുണ്ടാക്കി നോക്കുക, എന്നിട്ട് കമൻറ്റ്സൊക്കെ അറിയിക്കുക. അപ്പം നമുക്ക് ടാക്കോസ് ഉണ്ടാക്കാം. അപ്പം നമുക്ക് രുചികരമായ ടാക്കോസ് ഉണ്ടാക്കാം, മീറ്റ് ടാക്കോസ്. അപ്പം ഞാൻ ഇന്നിവിടെ ബീഫിൻ്റെ ടാക്കോയാണ് ഉണ്ടാക്കുന്നത്. അപ്പം നമ്മൾ ഇതുണ്ടാക്കുന്നതിന് വേണ്ടി നമുക്ക് കുറച്ച് ഗ്രീൻ ചട്നി ഉണ്ടാക്കണം. ഇതെല്ലാം കൂടെ കൂടി മിക്സിക്കകത്തിലേക്ക് അരച്ച്, ഞാൻ എൻ്റെ വീഡിയോ ഉണ്ട് കേട്ടോ, നമ്മുടെ ചാനലിലുണ്ട്. അത് നോക്കി നമുക്ക് ഗ്രീൻ ചട്നി ഉണ്ടാക്കാം. പുതിന മല്ലിയിലയുടെ അതെല്ലാം കൂടെ ഒരു മിക്സിക്കകത്തോട്ട് അരച്ച് നാരങ്ങ നീരൊക്കെ ഒഴിച്ച് അരച്ചെടുത്താൽ മതി. പിന്നെ നമുക്ക് ഇതുണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം നമുക്ക് കുറച്ച് ചിക്പി പൗഡർ, ബേസൻ പൗഡർ റോസ്റ്റ് ചെയ്തെടുക്കണം, ഒരു 3 സ്പൂണ്. അത് റോസ്റ്റ് ചെയ്ത് അതും മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് മിൻസ് മീറ്റ് എടുക്കാം. ഞാനിവിടെ ബീഫാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് ഒരു മിക്സിക്കകത്തേക്ക് ഇട്ട് കൊടുക്കുക. അതിലേക്ക് നമുക്ക് ഗരം മസാല പൗഡർ ഇടണം. അല്ലെങ്കിൽ നമുക്ക് ടാക്കോയുടെ സീസണിങ് ഇടാൻ പറ്റും. അത് കേരളത്തിൽ കിട്ടുമെന്ന് അറിയില്ല. അത് വേണ്ടി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ റിയലി ആ മെക്സിക്കൻ ടേസ്റ്റ് വരും. ഇപ്പം ഗരം മസാല ഇട്ടിരിക്കുന്നത് നമ്മൾ വീട്ടിൽ പൊടിച്ചെടുത്ത പൗഡറാണ്. പിന്നെ നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്പി പൗഡറും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക മിക്സിക്കകത്തേക്ക്. കുറച്ച് കുരുമുളക് പൊടി വേണം, കുരുമുളക് പൊടി പൊടിച്ചതും കൂടി ഇടുക, ഉപ്പിടുക. അത് കഴിഞ്ഞ് ഒരു പച്ചമുട്ട പൊട്ടിച്ചൊഴിക്കുക. ഇനി ഇതെല്ലാം കൂടെ കൂടി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. മിക്സി അങ്ങ് അടച്ച് വെച്ച് നന്നായിട്ട് അത് മിക്സ് ചെയ്തെടുക്കാം. ഇത് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു വേറൊരു പാത്രത്തിലേക്ക് അത് എടുത്ത് വെക്കുക. ഇനി ഈ പാത്രത്തിലോട്ട് ഇതെല്ലാം കൂടി ഇട്ട് വെച്ചതിന് ശേഷം നമുക്ക് ഒരു പണിയുണ്ട്. നമുക്ക് ഒരു മുട്ട നമുക്കൊന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കണം. ആ മുട്ടയും വേണം നമുക്ക് അതിനകത്ത്. നമ്മൾ നേരത്തെ ഒരു മുട്ട ഇട്ടിട്ടുണ്ട്. ഇനി ഒരു മുട്ട ഒരു പാനിലേക്ക് ഒഴിച്ച് അതൊന്ന് ജസ്റ്റ് ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കണം. കണ്ടത് ഇതുപോലെ സ്ക്രാമ്പിൾ ചെയ്തെടുത്തിട്ട് അതും അങ്ങോട്ടിട്ട് നമ്മൾ മാറ്റി വെക്കുക. പിന്നെ നമുക്കിതിനൊരു ക്രഞ്ചിനെസ് ഒക്കെ വേണ്ട. അതിന് കുറച്ച് സബോളയും തക്കാളിയും പച്ചമുളകും ഇച്ചിരി മല്ലിയിലയും കൂടെ കൂടി അതും ഇട്ട് ഈ മുട്ടയും കൂടെ ഇട്ട് ഇതൊന്നും കൂടെ നന്നായിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്യണം. ഇതുപോലെ നന്നായിട്ടെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. കണ്ടോ ഇതുപോലെ. ഇനി നമുക്ക് 2 ടോർട്ടില്ല എടുത്തിട്ട് അതിലേക്കിത് വളരെ കനം കുറച്ച് ഇതുപോലെ ഇങ്ങനെ പരത്തി എടുക്കുക. നമ്മൾ ആ ബേസിൻ പൗഡർ ഇട്ടുകൊണ്ട് ഇത് നന്നായിട്ടെല്ലാം ഒട്ടിയിരുന്നുള്ളൂ. നല്ല ഒരു പശ വരും. കണ്ടോ ഇതുപോലെ പറ്റിയിരുന്നുള്ളൂ. ഇച്ചിരി കനം കുറച്ച് പരത്തിയെടുക്കണേ. അത് കഴിഞ്ഞ് ചൂടായ ഒരു ചീനച്ചട്ടിയിലേക്ക് ഇത് ഇങ്ങനെ കമത്തി അങ്ങോട്ടിട്ട് ചെറിയ തീയിൽ വെച്ച് ഒരു 4-5 മിനിറ്റ് നേരം, തീ ഒട്ടും കൂട്ടി വെക്കരുത്, ചെറിയ തീയിലിരുന്ന് നന്നായിട്ടത് വെന്ത് വരണം. അതൊക്കെ ഇങ്ങനെ നമക്കി കൊടുക്കുകയാണെങ്കിൽ അത് നന്നായിട്ട് വെന്തോളും. വെന്ത് കഴിഞ്ഞ് ഇതിങ്ങനെ മറിച്ചിടണം. മറിച്ചിട്ടിട്ട് നമുക്ക് ഇതിലേക്ക് ഇതിച്ചിരി ആ സവോള ഇച്ചിരി ഒരു വലിയ കഷ്ണം, അതുകൊണ്ട് അത് വിട്ടുപോയി. ഇച്ചിരി ചെറുതാക്കി അരിഞ്ഞാൽ മതി കേട്ടോ. എന്നിട്ട് ഇച്ചിരി ചീസ്, ഞാൻ കുറച്ച് മൊസറല്ല ചീസും കുറച്ച് ചെഡാർ ചീസും എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് സവോള നീളത്തിൽ അരിഞ്ഞതും നമ്മുടെ ഗ്രീൻ ചട്നി കൂടി ഒഴിച്ച് നന്നായിട്ട് അതിങ്ങനെ മടക്കി എടുത്തിട്ട് ഇപ്പുറത്തും മറിച്ചിട്ട് ഒന്നും കൂടെ നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക. കരിഞ്ഞു പോകരുത്. ഇത്രയും ബ്രൗൺ നിറാകാൻ, ചിലതൊക്കെ എൻ്റെ ഇച്ചിരി കരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ചെറിയ തീയിട്ട് വെച്ച് കഴിയുമ്പോഴത്തേക്ക് കരിയാതെ എടുക്കാൻ പറ്റും.
അപ്പം നമ്മുടെ ബീഫ് ടാക്കോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിള്ളേർക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ. അത് നിങ്ങളെല്ലാവർക്കും കുട്ടികൾക്കൊന്നും ഉണ്ടാക്കി കൊടുക്കണം, വളരെ ഇഷ്ടപ്പെടും. പിന്നെ ഇത് ഈ ടോർട്ടില്ലയ്ക്ക് പകരം ചപ്പാത്തി കൊണ്ടും ഉണ്ടാക്കാം. അപ്പം നമുക്ക് ചപ്പാത്തി വെച്ചും സെയിം തിങ് ഉണ്ടാക്കിയെടുക്കാം. അപ്പം നിങ്ങളിത് ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് കമൻറ്റ്സൊക്കെ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.